അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യസ്നേഹമോ അല്ലെങ്കിൽ വന്ദേമാതരത്തിനോടുള്ള സ്നേഹമോ ഒന്നുമല്ല. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒരു 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 ധ്രുവീകരണം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭജനം അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിഭാഗീയത, അത് നമ്മുടെ ചില സമുദായങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് ഒരു വിഭജനം കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു മതിൽ കെട്ടി അതിൻ്റെ ഇടയ്ക്ക് ഒരു രാഷ്ട്രീയ നേട്ടം നേടാൻ വേണ്ടിയിട്ട് കേന്ദ്രം നടത്തുന്ന ഓരോ തന്ത്രങ്ങളാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും പ്രധാനമായും കാണേണ്ടത്, ഇവിടെ ആ ദേശീയ ഗാനത്തിൻ്റെ ആ സ്റ്റേറ്റസ് പോലും മാറ്റുകയാണ്. ദേശീയ ഗാനം പതുക്കെ രണ്ടാമത്തെ തട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ദേശീയ ഗീതം അതാണ് പാടേണ്ടത് എന്നുള്ള രീതിയിലേക്ക് വരികയും പതിറ്റാണ്ടുകളായി മാറ്റിവെച്ച ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തണം എന്നും കൂടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമായും നമ്മുടെ ഈ പറയുന്ന വിഭജനം വന്നതിന് ശേഷം ഒത്തിരി മുറിവുകളുണ്ട്. അതൊക്കെ മാറ്റി നമ്മുടെ ഹൃദയങ്ങളെ എല്ലാം ഒന്നിപ്പിക്കുവാൻ വേണ്ടിയാണ്, അല്ലെ? ഇതെല്ലാം ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു 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 ഇൻസ്ട്രുമെന്റ് ആയിട്ട് തന്നെയാണ് അതിനെല്ലാം കാണുന്നത്. ആ ഗാനം, അത് ദേശീയ ഗാനമാണെങ്കിലും ദേശീയ ഗീതമാണെങ്കിലും എല്ലാവരുടെയും മനസ്സ് അറിയാമല്ലോ, അതിനകത്ത് ഒരു ഊർജവും അതിനകത്തൊരു പേട്രിയോട്ടിസവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും. അത് കൃത്യമായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളരെ സെൻസിറ്റീവായിട്ട് ഉപേക്ഷിച്ച ആ ചില ഭാഗങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി അത് വേണം ആദ്യമേ അത് പാടാനും. അത് മാത്രമല്ല, ദേശീയ നാഷണൽ ആന്തം പോലും പുറകോട്ട് തള്ളിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ വന്ദേമാതരമാണെങ്കിൽ നാളെ വരാൻ പോകുന്ന ജനഗണമനയിലേക്കായിരിക്കും. ഇത് വളരെ ഗൗരവപൂർവമാണ്.